നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. കാട്ടാക്കട സബ് ഡിവിഷനിൽ ഒരു ഡിവൈഎസ്പി മാത്രമേ ഉള്ളൂ. സാധാരണ ചില സമയത്ത് ഇലക്ഷനിൽ ഡിവൈഎസ്പിമാരെ കൂടാറുണ്ട്. കാട്ടാക്കടയിൽ മാത്രം ഒരു ഡിവൈഎസ്പി മാത്രമേ ഉള്ളൂ. 8 പോലീസ് സ്റ്റേഷൻ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ്റെ സബ് ഡിവിഷൻ്റെ കീഴിലുണ്ട്. അതിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട ADGP അജിത് കുമാർ സാറിൻ്റെയും അതുപോലെ തന്നെ നിശാന്തിനി മാഡത്തിൻ്റെയും DIG നിശാന്തിനി മാഡത്തിൻ്റെയും SP-യുടെ കിരൺ മാഡത്തിൻ്റെയും മീറ്റിങ്ങുകൾ നടന്നിരുന്നു. അതിലെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ രീതിയിലും തയ്യാറെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 8 പോലീസ് സ്റ്റേഷനിൽ ആയിട്ട് ഏകദേശം 174 ബിൽഡിങ്ങിൻ്റെ കണക്കുണ്ട് കൃത്യമായിട്ട്. അത്രയും ബൂത്തുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബൂത്തുകളുള്ള 8 ബൂത്തുകളുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിലേക്ക് 19 ലോ ആൻഡ് ഓർഡർ പെട്രോളിങ് ഗ്രൂപ്പ് പെട്രോള് 19 ഗ്രൂപ്പ് പെട്രോള്, അതുപോലെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും 2 ലോ ആൻഡ് ഓർഡർ പെട്രോളിങ്, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ്, DYSPക്ക് ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ്, അങ്ങനെ ഫോഴ്സ് റെഡിയാണ്. അതിൽ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അല്ലാതെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഉണ്ട്, CAPF അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതർ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസ് അങ്ങനെയുള്ളവരുണ്ട്. റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ SPOമാരെ NCCയിലുള്ള അവരെയൊക്കെ എടുക്കുന്നുണ്ട്. അവരെയൊക്കെ എടുത്തിട്ടാണ് മൊത്തമായിട്ട് ഡിപ്ലോയ്മെന്റ് നടത്തുന്നത്. അതിലേക്ക് കൃത്യമായ ഡിപ്ലോയ്മെന്റ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉടൻ തന്നെ കിട്ടും. പിന്നെ ഒരു EVM ഇവിടെ വെച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കാട്ടാക്കട ഇതുണ്ട്. അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സെന്ററാണ്. അപ്പോൾ ഇതിനെല്ലാം ആവശ്യത്തിലുള്ള പോലീസിനെ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാളത്തെ കലാശക്കൂട്ടിലേക്കായിട്ട് ഞങ്ങൾ ഇവിടുത്തെ പാർട്ടി പ്രതിനിധികളെ വിളിച്ചിട്ട് ഒരു 13 സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. 13 സ്ഥലത്താണ്, അത് 4 സ്ഥലത്താണ് BJPക്കാരുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. 13 സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോലീസിനെ ഇട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ജനങ്ങളോടെല്ലാം അറിയിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാളെ വൈകുന്നേരത്തോടുകൂടി 6 മണിക്കാണ് ഇത് തീരുന്നതെന്നാണ് പറഞ്ഞത് കലാശക്കൂട്ട്. ആ കലാശക്കൂട്ടിന്റെ സമയത്തോടുകൂടി ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ പരമാവധി ആ സമയത്ത് ആവശ്യമില്ലാതെ ഈ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നവരല്ലാതെ ഉള്ളവർ പരമാവധി വണ്ടികളൊക്കെ ആയിട്ട് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. കാട്ടാക്കട ജംഗ്ഷൻ, അതുപോലെ പൂവച്ചൽ ജംഗ്ഷൻ, കള്ളിക്കാട് ജംഗ്ഷൻ, അങ്ങനെ ഈ സബ് ഡിവിഷനിലെ 13 സ്ഥലങ്ങളിൽ, ആരനാട്, അവിടെയൊക്കെ കലാശക്കൂട്ടിന് ആളുകൾ വാഹനങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ റോഡ് ഓരോ പാർട്ടിക്കാർക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ മാത്രമാണ് അവരുടെ വാഹനങ്ങൾ വരാനുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ തന്നെ പാർട്ടിക്കാരോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാർത്തകൾ കൂടി അറിയട്ടെ, പ്രത്യേകമായിട്ട് ഓരോ റോഡിലേക്കും വരുന്ന സ്ഥലത്തേക്ക് അപ്പൊ ആ റോഡിലേക്ക് തന്നെ വരാനുള്ള, ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ KSRTC സ്റ്റാൻഡ്, ആ റോഡ് ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പാർട്ടിക്കാര് ഏതെങ്കിലും വരുമ്പോൾ ഈ നെയ്യാർഡാം റോഡിൽ കൂടിയൊക്കെ വരാതെ നേരെ കറങ്ങി നേരെ ആ റോഡിൽ തന്നെ വരുന്ന രീതിയിൽ വരികയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ കിടന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെയും പാർട്ടികളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ ഇലക്ഷൻ നടത്താം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സാർ, ഇപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഇത്രയും ബൂത്തുകൾ അല്ലെങ്കിൽ പ്രശ്നബാധിത പ്രദേശങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ 2 മലയൻകീഴ് ഒരു ബൂത്തും അതുപോലെ തന്നെ മാരാനൂർ ഒരു ബൂത്തും 2 ക്രിട്ടിക്കൽ ബൂത്ത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഅക്സസിബിൾ ആയിട്ടൊരു ബൂത്ത് ഉണ്ട്. അത് നെടിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിൽ. അത് അവിടെ വാഹന സൗകര്യം വാഹനം അവിടെ വരെ എത്തും. പക്ഷേ എന്നാലും അവിടെ ഈ കമ്മ്യൂണിക്കേഷന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഅക്സസിബിൾ ബൂത്താണ്. അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സാർ, നമുക്ക് ഈ ഒരു ആദിവാസി ട്രൈബൽ ഏരിയ, അത് സാറിന്റെ ഒരു പരിചയമുണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ഉണ്ടോ? അതാണ് ഈ നെടിയം ആ ഇത് മാത്രമേ ഉള്ളൂ. അവിടെ സെൻട്രൽ അവിടെ കൂടുതൽ സ്ട്രെങ്തിനെ ഇട്ടിട്ട് നോക്കുന്നുണ്ട്. പിന്നെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിച്ചെല്ലാവുന്ന സ്ഥലം തന്നെ ഉള്ളൂ. സാർ, ഒരു കാര്യം കൂടെ, ഈ ഇപ്പോൾ കലാശക്കൂട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പാർട്ടിക്കും ഓരോ റോഡ് കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ എന്തായാലും എല്ലാവരും വന്ന് തീരുന്നത് ഇപ്പൊ കാട്ടാക്കട ജംഗ്ഷൻ സാർ പറഞ്ഞ ജംഗ്ഷനിലാണ്. അപ്പോൾ 6 മണിയാണ് സമയം പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പോൾ വാഹനങ്ങളുടെ ഒരു ഈ KSRTC ഉൾപ്പെടെയുള്ള അതിനുള്ള പ്രത്യേക ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ആ സമയത്തുള്ള യാത്രകളുടെ കാര്യത്തിൽ? KSRTCക്ക് ഞങ്ങളിപ്പോൾ ഈ തീരുമാനം ഫൈനലായിട്ട് തീരുമാനമാകുമ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയങ്ങളിലുള്ള എങ്ങനെയെങ്കിലും അവർ നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ KSRTC സ്റ്റാൻഡിൽ ഇവിടെയാണ് പറയാൻ പറ്റുള്ളൂ. മറ്റു വാഹനങ്ങളെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് പൊതുജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അത് അറേഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ അതിനുള്ള ഒരു പ്രത്യേകത ആ സമയങ്ങളിൽ വരുന്ന
അതനുസരിച്ച് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ബസ്സിനെ ഒന്നും വേറെ റൂട്ടുകളിൽ കൂടി വിടാൻ, ട്രാൻസ്പോർട്ട് ബസ്സിനെ വേറെ റൂട്ടുകളിൽ കൂടി വിടാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സാഹചര്യം അനുസരിച്ച് പോലീസിനായിട്ട് ശരിയാക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അന്നുള്ള ഒരു കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരണങ്ങൾ വേറെ തെരഞ്ഞെടുപ്പിന്റെ ഇതിനകത്ത് ആവശ്യത്തിന് എല്ലാ സ്ഥലത്തും പോലീസിനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സബ് ഡിവിഷണൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട്, സ്റ്റേഷനുകളിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട്. പിന്നെ അന്ന് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അത് നോക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലും പരമാവധി ഉള്ള ആളുകളുടെ സൗകര്യം വെച്ച് പരമാവധി സൗകര്യങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ സാറിന്റെ പരിധിയിലുള്ള 8 സ്റ്റേഷനിലും കാര്യങ്ങളെല്ലാം സജ്ജമാണെന്നുള്ളതാണ്. എന്റെ പരിധിയിൽ മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജില്ലയിൽ മൊത്തവും, അതുപോലെ തന്നെ എന്റെ അറിവ് പ്രകാരം DIG മാഡവും അതുപോലെ തന്നെ ADGP മാഡവും നേരിട്ട് തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മൊത്തം പോലീസ് സംവിധാനങ്ങൾ തയ്യാറാണ്. ഓക്കെ സാർ, വേറെ എന്തെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണം? എല്ലാവരും വോട്ട് ചെയ്യുക, പരമാവധി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക, അതാണ് പറയാം. മറ്റുള്ളവരെ വോട്ട് ചെയ്യാൻ തടസ്സപ്പെടുത്താതിരിക്കുകയും ചെയ്യും. സമാധാനപരമായിട്ട് നമ്മുടെ ഇലക്ഷൻ നടക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഇലക്ഷനാണ്. സമാധാനപരമായിട്ട് നടക്കാൻ എല്ലാവരും അതിനകത്ത് പരിശ്രമിക്കുക, സഹകരിക്കുക.